വൈദ്യുത വാഹന വിൽപ്പനയിൽ റെക്കോർഡ് വർധന. രാജ്യത്ത് മെയ് മാസത്തിൽ റെക്കോർഡ് വളർച്ചയാണ് ഇക്കാര്യത്തിലുണ്ടായത്. മൊത്തം വാഹന വിൽപ്പനയുടെ 11% EV കൈവരിച്ചു. മെയ്യിൽ 2,71,682 വൈദ്യുത വാഹനങ്ങളാണ് വിറ്റത്. മുൻവർഷം മെയ് മാസത്തേക്കാൾ 45% വർധന ഉണ്ടായത്. പെട്രോൾ, ഡീസൽ വിലയിലെ വർധനവും പശ്ചിമേഷ്യൻ യുദ്ധം സൃഷ്ടിച്ച പ്രതിസന്ധിയും എന്നിവ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുത വാഹനങ്ങളിലേക്ക് ഉപഭോക്താക്കൾ മാറിയത്. ഏറ്റവും ചെലവ് കുറഞ്ഞ വാഹനങ്ങൾ ഉപയോഗിച്ച് ദൈനംദിന ചെലവുകൾ കുറയ്ക്കുവാനുള്ള വർദ്ധിക്കുന്ന പ്രവണതയുടെ തെളിവാണിത്. വിൽപ്പന കുതിപ്പിൽ ഇരുചക്ര വാഹനങ്ങളാണ് മുന്നിൽ. 1,70,733 വാഹനങ്ങൾ മെയ്യിൽ വിൽപ്പന നടത്തി. 63% വളർച്ചയാണിത്. മൊത്തം ഇരുചക്ര വാഹനങ്ങളിൽ 6.1% നിന്ന് 9.3% ഉയർന്നു. ത്രിചക്ര വാഹനങ്ങളിൽ 64.4% വളർച്ച. യാത്രാ വാഹനങ്ങളിൽ 81% വർധന. ഇക്കാലയളവിൽ 26,682 യാത്രാ വാഹനങ്ങൾ വിൽപ്പന നടത്തി. മൊത്തം യാത്രാ വാഹനങ്ങളുടെ വിൽപ്പന വളർച്ച 4.5 നിന്ന് 6.6% ഉയർന്നു. വൈദ്യുത ചരക്ക് വാഹനങ്ങളിൽ ഇരട്ടി വളർച്ചയാണ് ഉണ്ടായത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൽപാദന വളർച്ച നേടിയതാണ് മറ്റൊരു ഘടകം. അതുപോലെ കൂടുതൽ ചാർജിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതും ഉദാരമായ വായ്പാ സൗകര്യവും ആനുകൂല്യങ്ങളും നൽകിയതും അതിവേഗം വളരുന്ന ദേശീയ ചാർജിംഗ് ശൃംഖലയും വിൽപ്പന വർദ്ധിക്കാൻ മറ്റൊരു കാരണമായി. നഗരമേഖലകളാണ് വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പനയിൽ മുമ്പിലെങ്കിലും ചെറുകിട പട്ടണങ്ങളിലും ഗ്രാമീണ മേഖലകളിലും ആവശ്യക്കാർ വർദ്ധിക്കുന്നുണ്ട്. വൈദ്യുത ട്രാക്ടറുകളുടെ വിൽപ്പന 17.15% വർധനവാണ് ഉണ്ടായത്. അത് ഗ്രാമീണ മേഖലയിലെ മാറ്റത്തിന്റെ ഒരു സൂചനയാണ്. ഓഗസ്റ്റ് മാസത്തിൽ മികച്ച വളർച്ചയാണ് ഡീലർമാർ പ്രതീക്ഷിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയിലാണ് കുതിപ്പ് പ്രതീക്ഷിക്കുന്നത്. വൈദ്യുത വാഹന വിപണിയിൽ സാരമായ പങ്കുവഹിക്കുന്ന കേരളത്തിൽ മഴക്കാലം തുടങ്ങിയത് വിൽപ്പനയെ ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ഡീലർമാർ പറയുന്നു. ഈ വിറ്റുവരവ് ഗതാഗത പരിവർത്തനത്തിലെ നാഴികക്കല്ലാണ്. വൈദ്യുത വാഹനങ്ങളെ സ്വീകരിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് ലഭിച്ച ഗുണകരമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം.